റാപ്സഡി ഓഫ് റിയാലിറ്റീസ് ഏപ്രിൽ 5, 2025. ദൈവിക പൈതൃകത്തിന്റെ മഹത്വം. നിന്റെ മക്കൾ എല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും നിന്റെ മക്കളുടെ സമാധാനം വലിയതും ആയിരിക്കും. യെശയ്യാവിന്റെ പുസ്തകം 54 അധ്യായം 13 വാക്യം. ദൈവത്തെ ആദരിക്കുന്നവരും ആദരിക്കാത്തവരും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസം അവരുടെ കുഞ്ഞുങ്ങളിലേക്കും നീളുന്നു. ഈ വിഷയം നമുക്ക് തിരുവെഴുത്തുകളിലൂടെ പരിശോധിക്കാം. യെശയ്യാവിന്റെ പുസ്തകം 49 അധ്യായം 25 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: എന്നാൽ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ബലവാനോട് ബന്ധന്മാരെ എടുത്തുകളയാം, നിഷ്കണ്ഠന്റെ കവർച്ചയെയും വിടുവിക്കാം. നിന്നോട് പോരാടുന്നവനോട് ഞാൻ പോരാടുകയും നിന്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യും. ദൈവത്തിന്റെ പ്രതിബദ്ധത എത്രയെന്ന് നോക്കൂ. ദൈവം തന്നെ മാനിക്കുന്നവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്നും അവർക്ക് മുന്നിൽ തടസ്സം നിൽക്കുന്നവർക്കെതിരെ പോരാടുമെന്നും അവരുടെ മക്കളെ രക്ഷിക്കുമെന്നും വാക്കുതരുന്നു. ഈ ഉടമ്പടി യെശയ്യാവിന്റെ പുസ്തകം 54 അധ്യായം 13 വാക്യത്തിൽ പുനരുദ്ധീകരിക്കപ്പെടുന്നു. ഈ വാക്യത്തിൽ പറയുന്നു: നിന്റെ മക്കൾ എല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും നിന്റെ മക്കളുടെ സമാധാനം വലിയതും ആയിരിക്കും. ഇതാണ് ദൈവത്തിന്റെ വാഗ്ദത്തം. ദൈവത്തെ മാനിക്കുന്നവരുടെ മക്കളെ ദൈവം തന്നെ ഉപദേശിച്ച് വഴി നടത്തുകയും അവർ വലിയ സമാധാനം അനുഭവിക്കുകയും ചെയ്യുന്നു. ദൈവത്തെ അറിയാത്തവരുടെ കാര്യമോ? സങ്കീർത്തനങ്ങൾ 58 അധ്യായം 3 വാക്യത്തിൽ അവരുടെ ദൗർഭാഗ്യകരമായ അവസ്ഥ വെളിപ്പെടുന്നു. ദുഷ്ടന്മാർ ഗർഭം മുതൽ ഭ്രഷ്ടന്മാരായിരുന്നു. അവർ ജനനം മുതൽ ഭോഷ്ക് പറഞ്ഞ് തെറ്റി നടക്കുന്നു. ദുഷ്ടന്മാർ ജനനത്തിന് മുൻപ് തന്നെ ദൈവത്തിൽ നിന്ന് വേർപെടുത്തപ്പെട്ടിരിക്കുന്നു. ദൈവവചനത്തിന്റെ സത്യത്തിന്റെ അഭാവം നിമിത്തം അവർ ഗർഭപാത്രത്തിൽ ആയിരിക്കുമ്പോൾ മുതൽ തന്നെ വഴിതെറ്റിപ്പോകുന്നു, വഞ്ചനയിൽ വളരുകയും ചെയ്യുന്നു. താങ്കൾ ഇത് വായിക്കുമ്പോൾ വീണ്ടും ജനിച്ച ഒരു വ്യക്തി അല്ല എങ്കിൽ, അതിലുപരി താങ്കൾ രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത മാതാപിതാക്കളുടെ സന്തതിയാണെങ്കിൽ, താങ്കളുടെ ജീവിതം ദിശയില്ലാത്തതായി തോന്നുകയും ആത്മീയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പ്രയാസമുള്ളതായി തോന്നുകയും ചെയ്യുന്നുണ്ടാവാം. ഇതിനുള്ള കാരണം ബൈബിൾ വിശദീകരിക്കുന്നു. താങ്കൾ ജനനം മുതൽ ദൈവത്തിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു. അവിടുന്ന് ദൈവത്തിൽ നിന്നും അകന്ന ഒരു പാത പിന്തുടരുവാനായി ആസൂത്രണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ അവസ്ഥ നിങ്ങളുടെ പ്രയത്നം കൊണ്ട് മാത്രം മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം അല്ല. ഇതിനായി നിങ്ങൾക്ക് ദൈവകൃപയും ദയയും ആവശ്യമാണ്. ദൈവത്തോട് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരാനായും ഒരു പുതുജീവൻ നിങ്ങൾക്ക് നൽകുവാനായും അപേക്ഷിക്കുക. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ രക്ഷാ പ്രാർത്ഥന ഏറ്റുപറയുന്നതിലൂടെ സാധിക്കും. ആ പ്രാർത്ഥന മുഴു ഹൃദയത്തോടെയും ഏറ്റുപറയുക. ഇപ്രകാരം നിങ്ങൾക്ക് ദൈവത്തിന്റെ ജീവനും പ്രകൃതവും ലഭ്യമാകും. ക്രിസ്തുവിൽ ജീവിക്കുന്ന മാതാപിതാക്കളുടെ കാര്യത്തിൽ അവരുടെ കുഞ്ഞുങ്ങൾ ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ അതിൻ്റെതായ അനന്തരഫലം അനുഭവിച്ചു തുടങ്ങുന്നു. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ മാതാപിതാക്കൾ ഒരു കുഞ്ഞിന് ജനനം നൽകുമ്പോൾ ആ കുഞ്ഞ് ജനനത്തിന് മുൻപ് തന്നെ ദൈവാനുഗ്രഹം വഹിക്കുന്നു. ഇതാണ് ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെട്ട മാതാപിതാക്കൾക്കും ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെടാത്ത മാതാപിതാക്കൾക്കും ജനിക്കുന്ന കുഞ്ഞുങ്ങൾ തമ്മിലുള്ള അന്തരം. പ്രാർത്ഥിക്കാം, പ്രഖ്യാപിക്കാം. പ്രിയ സ്വർഗീയ പിതാവേ, അങ്ങേ അറിയാത്തവരും അങ്ങയിൽ നിന്നും വേർപെടുത്തപ്പെട്ടവരും അങ്ങയുടെ കരുണയും കൃപയും സ്വീകരിച്ച് അങ്ങയുടെ മഹത്വകരമായ രക്ഷയുടെ വെളിച്ചത്തിലേക്ക് വരികയും സത്യത്തിൽ നടക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹത്തിനായും രക്ഷയ്ക്കായും അങ്ങയോട് അപേക്ഷിക്കുന്നവർക്ക് അവിടുന്ന് പുതുജീവൻ നൽകുന്നതിനുമായി നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. തുടർ പഠനത്തിനായി സദൃശവാക്യങ്ങൾ
22 അധ്യായം 6 വാക്യം. അപ്പോസ്തല പ്രവൃത്തികൾ 2 അധ്യായം 39 വാക്യം. തിമോഥെയോസ് എഴുതിയ 2 ലേഖനം 3 അധ്യായം 15 വാക്യം. രക്ഷാപ്രാർത്ഥന, പ്രയർ ഓഫ് സാൽവേഷൻ. എന്നോടൊപ്പം ഏറ്റു പറയാമോ? കർത്താവായ ദൈവമേ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അവിടുത്തോടടുത്ത് വരുന്നു. ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ് യേശു ക്രിസ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നു മുതൽ യേശു ക്രിസ്തുവാണ് എൻ്റെ ജീവിതത്തിൻ്റെ കർത്താവ് എന്ന് ഞാൻ ഏറ്റു പറയുന്നു. പാപങ്ങളുടെ മോചനം വിശ്വാസത്താൽ ഞാൻ സ്വീകരിക്കുന്നു. ഇപ്പോൾ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിത്യജീവനെ ഞാൻ എൻ്റെ ആത്മാവിലേക്ക് സ്വീകരിക്കുന്നു. ഞാൻ പുതുജന്മം പ്രാപിച്ചിരിക്കുന്നു. ഈ പ്രാർത്ഥന താങ്കൾ ഏറ്റു പറഞ്ഞുവെങ്കിൽ info@httnmagazine.org എന്ന അഡ്രസ്സിലേക്ക് ഒരു ഇമെയിൽ അയയ്ക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.